നമസ്കാരം. ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കമ്പ്യൂട്ടറിന്റെ പ്രവർത്തന യൂണിറ്റുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. തുടങ്ങാമല്ലേ? നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ അറിയുന്നത് നിങ്ങളുടെ പരീക്ഷയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ ആ വഴി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിലൂടെ കടന്നുപോകുന്നതിന്റെ വ്യക്തമായ ഒരു ചിത്രമാണിത്. ആദ്യത്തെ പടി ഇൻപുട്ട് യൂണിറ്റാണ്. നമ്മൾ നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ സ്വീകരിക്കുന്നത് ഇതുവഴിയാണ്. ലളിതമായി പറഞ്ഞാൽ, കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഹാർഡ്വെയറുകളും ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇതിലേറ്റവും പ്രധാനം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കീബോർഡും മൗസുമാണ്. ഇവ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് പരീക്ഷാ പേപ്പറുകൾ നോക്കുന്ന OMRഉം MICRഉം എല്ലാം ഇൻപുട്ട് ഉപകരണങ്ങൾ തന്നെ. ശരി, നമ്മൾ നൽകിയ വിവരങ്ങളെല്ലാം ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അതെ, നേരെ CPUയിലേക്ക്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് CPU എന്ന് പറയാം. സിസ്റ്റത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതും വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതും ഇവിടെയാണ്. ഇനി ഫലമറിയണ്ടേ? പ്രോസസ്സ് ചെയ്ത വിവരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഭാഗമാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളായ നിങ്ങൾ നിങ്ങളുടെ പ്രധാന ആയുധങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം കീബോർഡും പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം മോണിറ്ററുമാണ്.